അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വീക്ക് ഓഫ് ഉള്ള ദിവസം കേട്ടോ. ഇന്ന് വീക്ക് ഓഫ് ഉള്ള ദിവസമാണെന്ന് മാത്രമല്ല, എനിക്ക് പീരീഡ്സ് ആയിക്കണതുകൊണ്ട് മൂഡ് സ്വിങ്സ് ആയിട്ട് എനിക്ക് വെയ്യൻ്റെ മുഖം കണ്ട് നമുക്ക് മനസ്സിലാവുണ്ടാവും. നല്ലോണം കരഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അല്ലാതൊക്കെ വെറുതെ ഇരുന്ന് കാര്യം. ഇനിയിപ്പോൾ ഞാൻ പരസ്യം പറയാനൊന്നും വേണ്ടി പോകല്ല കേട്ടോ. ഞാൻ കാര്യത്തിൽ പറഞ്ഞാൽ ശരിക്കും പീരീഡ്സ് ആണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, വെയ്യ, ടോട്ടലി വെയ്യ. പക്ഷെ വെയ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ കുറേ ദിവസമായി വ്ളോഗ് എടുത്തിട്ട്, കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായിട്ട്. കാരണം എനിക്ക് എന്താ പറയുക, ഈ കണ്ണേറ് തട്ടിയതാണോ അതോ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും എനിക്ക് തീരെ പറ്റുന്നതിനെ കുറേ ദിവസമായിട്ട്. കാരണം എന്നോട് മിക്ക ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഈ വർത്താനം പറഞ്ഞിടയിൽ കൂടെ നമുക്ക് നമ്മുടെ മേക്കപ്പ് ചെയ്യട്ടെ. കാരണം ഞാനൊന്ന് ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് വരികയാണ്. അപ്പോൾ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, എന്നാൽ ഞാൻ ബേസായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് ഒന്നാമത് വെയ്യാത്ത കാരണം കൊണ്ട് അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല. എന്നാലും ചെറിയ ചെറിയ സാധനം ചെയ്തിട്ട് പുറത്തു പോകും. അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തൊന്നും നീറ്റ പോലെ ആവും. ഉറക്കത്തൊന്നും നീറ്റൊക്കെ തന്നെയാണ്, എന്നാലും അങ്ങനത്തെ ഒരു ലുക്കിനാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു മേക്കപ്പ് ചെയ്യടേ കൂടെ. അപ്പോൾ ഞാൻ വെറും മോയ്സ്ചറൈസർ മാത്രം കേട്ടോ തേക്കുന്നത്. മുഖത്ത് വേറെ ഒന്നും തേക്കുന്ന സൺസ്ക്രീനും തേക്കാനുള്ള സമയമല്ല. കാരണം 1 മണി 2 മണി എന്നല്ല, പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ തേക്കണം എന്നാണ്. പക്ഷെ ഇപ്പം ഇവിടെ വെയിലും ഇതൊക്കെ അല്ല, വെയിലില്ല, മഴ ഇതൊക്കെ ആയ കാരണം കൊണ്ട് ഞാൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഫേസിൽ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് എന്നോട്, നമ്മളിങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാൻ പാടില്ല, പുറത്ത് പറഞ്ഞാൽ പ്രാഗെന്നുള്ള കാര്യങ്ങൾ അധികം പറയാറില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് അങ്ങനെ പറഞ്ഞു കേട്ടോ, ഈ അങ്ങനെ പറഞ്ഞു നടക്കല്ലേ പുറത്ത്. ഇപ്പം എനിക്ക് എന്നോട് ചോദിക്കും, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാറുണ്ട്, അപ്പോൾ കിട്ടാറുണ്ട്, എന്നിട്ട് പരസ്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ കുറേ പൈസ ഉണ്ടാക്കണല്ലോ. അത്യാവശ്യം കുഴപ്പമില്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാരണം കൊണ്ട് പൈസ ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് എല്ലാവരോടും. അപ്പോഴാണ് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഈ അങ്ങനെ പുറത്ത് പറയാൻ നിൽക്കരുത്. കാരണം പുറത്ത് പറഞ്ഞാൽ അത് ആൾക്കാരത് പറയുമ്പോൾ ഡബിൾ ആക്കിയിട്ട് പറയും. അപ്പോൾ അത് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്ന് പറയുമ്പോൾ പോലും നമുക്കതൊരു ബാഡ് എഫക്റ്റ് ആയിട്ടുള്ള വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ അങ്ങനെ പുറത്ത് പറയല്ലേ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ ഇങ്ങനെ എനിക്ക് അപ്പം ഞാൻ തോന്നി, അപ്പം അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ട്. കാരണം എനിക്ക് കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും ശരിയായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കേട്ടപ്പോൾ തോന്നി, ഓക്കെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ അധികം ആരോട് അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും സോറി ഉണ്ട്, ഞാൻ പറയില്ല. എനിക്ക് അങ്ങനത്തെ ഞാൻ പറയുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ പറയാറില്ല. അതുകൊണ്ട് എന്നോട് ആരും ചോദിക്കരുത്, ഞാൻ പറയാറില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ ഒന്നാമത് എനിക്ക് പനി വന്നു മീൻസ് മഴ എപ്പോഴും ഇവിടെ മഴയാണ്, ഫുൾ മഴയാണ്. മഴ തോന്നുന്ന സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ മഴ വരുന്ന കാരണം കൊണ്ട് പനി വരൽ അങ്ങനത്തെ ഓരോ അസുഖങ്ങളായിട്ടൊക്കെ കൂടിയായിട്ട് എനിക്ക് വയ്യാതായിരുന്നു. നമ്മളാണ് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടായിരുന്നത് ശരിയാവില്ല, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം ഗൈസ്. ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് വയ്യ. അങ്ങനെ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാനുള്ള പൈസ ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ പൂതിയാവാം. കാരണം കുറേ ദിവസമായിട്ട് മോർണിംഗ് ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇന്നൊന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി പൂതിയായി. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം, ചെറിയൊരു ബ്രൗൺ ലിപ്സ്റ്റിക്ക്. അപ്പോൾ കുറച്ച് ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇത്ര മാത്രമേ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചെയ്യാറുള്ളൂ. പിന്നെ മുടി ജസ്റ്റ് ബാക്കിൽ ക്ലിപ്പ് ഇട്ട് വെക്കുന്നതല്ല, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ കുറച്ച് സ്പ്രേ അടിക്കും, കാരണം നമ്മളെ മണം പുറത്തറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊരു ഊതിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. പുറത്ത് ദുഫായി എന്നാണെന്ന് തോന്നുന്നു. ഇത് മറ്റൊരു സബ്സ്ക്രൈബർ കൊണ്ടുവന്ന സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്പ്രേ ആണ് അടിക്കുന്നത്. നല്ല മണാട്ടോ ഈ സ്പ്രേക്ക്. കുറേ അടിച്ചാൽ നല്ല കുത്രമാണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തിറങ്ങട്ടെ ഗൈസ്. ആക്ച്വലി ഗൈസ് ഇന്ന് എൻ്റെ ദിവസമേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാൽ കറക്റ്റ് ടൈമിൽ നോക്കി നല്ല സൂപ്പർ ഡൂപ്പർ മഴ. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ മഴ. ഇനി ഞാൻ എങ്ങനെ ഇറങ്ങും? അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി വെക്കാം. ചിലപ്പോൾ കുറച്ച് നേരം മഴ കുറയുമായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയാക്കാരം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം.
സോ ഗൈസ് ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിച്ച് വന്നു. മഴ തുറന്നപ്പോൾ ഞാൻ വേഗം ഇറങ്ങി പോയിട്ട്, മഴ തുറന്നപ്പോഴല്ല കുറച്ച് റെയിൻ കോട്ട് ഇട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ച് വന്നു. ഞാൻ ഫുഡ് എന്താ കഴിച്ചെന്ന് വെച്ചാൽ നല്ല പൊറാട്ടയും നല്ല ചുവന്ന കേര മീൻകറിയും നല്ല കട്ടൻ ചായയും. ഇതാട്ടോ ഞാൻ കഴിച്ചത്. എനിക്ക് ഇന്ന് എന്താ കഴിക്കട്ടെ, നെയ്റോസ്റ്റ് കഴിക്കാം. ഞാൻ എപ്പോഴും നെയ്റോസ്റ്റ് കഴിക്കട്ടെ. പുറത്ത് പോയി ഫുഡ് കഴിക്കണമെങ്കിൽ നെയ്റോസ്റ്റ് ആവട്ടോ. അപ്പം എന്ത് വെറൈറ്റി കഴിക്കുന്നത് അയച്ചപ്പോഴാണ് നല്ല പൊറാട്ടയും മീൻകറിൻ്റെ മനസ്സിൽ വന്നത്. നോർമലി പീരീഡ്സ് ആവുന്ന സമയത്ത് എല്ലാവർക്കും മധുരം കഴിക്കാൻ തോന്നുന്നത്, പക്ഷെ എനിക്കൊക്കെ എരിവ് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാൻ വേഗം പോയിട്ട് എന്താ പറയുക, നല്ല പൊറാട്ടയും മീൻകറി കഴിച്ചു. ഇപ്പം നല്ല വയറിന് നല്ല സുഖം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് വീക്ക് ഓഫ് ഉള്ള ദിവസം ഞാൻ ആദ്യമൊക്കെ ഇവിടെ കിടക്കും, എങ്ങോട്ട് പോകൂല, ഞാൻ വെറുതെ ഇരിക്കുന്നത് പണി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എങ്ങോട്ടേലും പോവാന്ന്. മണിച്ചിത്രത്താഴ് മൂവി ഷൂട്ട് ചെയ്ത വീടില്ലേ, ഹിൽ പാലസ്, അങ്ങോട്ടാട്ടോ പോണത്. നെവിലാൻ പോയിട്ട് പ്രാവശ്യം കണ്ടപ്പോൾ എനിക്കും പോകാൻ വേണ്ടി പൂതിയായി. അപ്പം ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. സമയം കണക്കാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഫോൺ ചാർജിൽ ഇടാനുണ്ട്, ഫോണിൽ ചാർജില്ല. അപ്പോൾ ഫോണിൽ ചാർജ് ഇട്ടിട്ട് വേണം കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പം രാവിലത്തെ ഫുഡ് അടി കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അടി ഇതേപോലെ പുറത്തുനിന്നായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് പോവാം ഗൈസ്. ആദ്യം ഫോണിൽ ചാർജ് ഇടട്ടെ. സോ ഗൈസ് നമ്മളെ ഫോൺ ചാർജിങ് കഴിഞ്ഞു. അപ്പം നമ്മൾ പുറത്ത് പോകും ഗൈസ്. ടാറ്റാ. ഞാൻ എൻ്റെ ഈ ഒരു ക്യൂട്ട് ബാഗ് കിട്ടുന്നത് എൻ്റെ ക്യൂട്ട് ബാഗ് അല്ല, മമ്മിയുടെ ക്യൂട്ട് ബാഗാണ്. ചെറിയൊരു ലിപ്സ്റ്റിക് കാര്യം മാത്രം വെച്ചിട്ട്. അപ്പം നമുക്ക് പോവാം ഗൈസ്. സോ ഗൈസ് ഞാൻ വളരെയധികം സന്തോഷത്തിൽ പോവുകയാണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് ആ പ്ലാനിന് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. എനിക്കതിനൊരു മാറ്റമില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല സൺകിസ്ഡായ കാരണം കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നല്ല വെളിച്ചെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല കുരും ചോളയൊക്കെ വന്നിട്ടുണ്ട്. പീരീഡ്സ് ആയ കാരണമാണ് ഈ കുരുക്കളൊക്കെ വന്നിട്ടുള്ളത്. അത് കുറച്ച് പോയിക്കോളും, കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കാർട്ടിൽ ഒരു കോൾ വരുന്നത്. ഹലോ, നിങ്ങൾക്കുള്ള ഡെലിവറി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ഡെലിവറി അല്ല, എനിക്കൊരു സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓക്കെ തന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഗൈസ് ഇതാണ് എൻ്റെ ഡെലിവറി ചെയ്ത സാധനം. കണ്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പെട്ടിയാട്ടോ. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ നടന്ന സമയത്ത് മേടിച്ചതാണ്. ഗോഡ് സെയിൽ ഒരു 5-10 ദിവസം 5-6 ദിവസമൊക്കെ ഗോഡ് സെയിൽ ഉണ്ടായത്. ആ സമയത്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇന്ന് മേടിച്ചിട്ടുള്ളത്. കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ആഗ്രഹിക്കും. ഞാൻ ചെറുപ്പം ഇതിപ്പം ഞാൻ ഷെഫ്കാക്കടുത്തുനിന്ന് ആണ് തോന്നുന്നു കണ്ടിട്ടുള്ളത്. അങ്ങനെ പലയിടത്തും കണ്ടിട്ട് ഞാൻ എനിക്കത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് ഞാനിത് മേടിക്കുന്നത്. ഞാനിത് മേടിക്കാനും കുറേ വട്ടം ആലോചിക്കണം, മേടിക്കണ്ടേ. അങ്ങനെ കുറേ വട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് മേടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ കൈ കിട്ടിയപ്പോൾ നല്ല സന്തോഷം. ഞാൻ മേടിക്കുന്നതിന് മുന്നേ എനിക്ക് മേടിക്കണം ചിന്ത ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഞാൻ കുറച്ച് ഈ വെയിലത്ത് നിന്ന് ഇച്ചിരി ഒന്ന് മാറിക്കോട്ടെ, കാരണം നിങ്ങൾക്കൊന്നും കാണാമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടി അൺബോക്സ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, കാരണം ഇവിടെ കൊടുന്ന് വെച്ചപ്പോൾ തന്നെ ഈ പെട്ടി ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എന്തിനാണ് ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് എനിക്കൊരു പിടുത്തല്ല. അതിൻ്റെ കൂടെ സാധനം എനിക്ക് മനസ്സിലാക്കാനാണോ എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തല്ല കേട്ടോ. എന്തായാലും ഇതിനെ ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടോ, ഇത് കണ്ടപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സാധനം എന്ന്. ഞാൻ കാണിച്ചു തരാവേ. കണ്ട അയ്യോ, ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാൻ മേടിച്ചൊരു സാധനം എന്ന് പറഞ്ഞത് ഫസ്റ്റായിട്ട് ഞാൻ മേടിച്ചത് ഐഫോണാണ് കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഐഫോൺ വേണം. ആദ്യം ഐഫോൺ 10X ഉണ്ടായിരുന്നു, അതല്ലാതെ പിന്നെ കയ്യിൽ ഐഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഐഫോണിൻ്റെ ഏറ്റവും പുതിയ സീരീസ് തന്നെ എൻ്റെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഐഫോൺ 16 ഇറങ്ങിയ സമയത്താണ് എൻ്റെ കയ്യിൽ ഞാൻ ഐഫോൺ 16 Pro Max മേടിച്ചിരുന്നത് കേട്ടോ. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാൻ മേടിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെന്താണ് ഇത്ര ഇമോഷൻ ആക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് മേടിക്കാൻ പോയിട്ടില്ല. ഞാനിതിന് അയ്യോ പൈസ കൂടുതൽ അങ്ങനെ ഇങ്ങനെ അതാ ഞാൻ പൈസ ഉണ്ടാക്കട്ടെ എന്നിട്ട് മേടിക്കണം. പക്ഷേ പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇത് മേടിക്കണമെന്നുള്ള കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ ചിന്തിച്ചു ഇത് മേടിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഓപ്പൺ ആക്കട്ടെ കേട്ടോ. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് അറിയണില്ല എന്തൊക്കെയാണ് ഞാൻ പറയണത് എന്നുള്ളത്. എവിടെ പൊളിക്കും ഞാൻ. ഇത് നിങ്ങൾക്ക്
അധികം കാണാനില്ലെന്ന് തോന്നി, വൈറ്റ് കളറായ കാരണം കൊണ്ട്. എന്തായാലും ഇത് ഞാൻ ആക്ച്വലി പരസ്യമൊന്നും ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഒറിജിനലായിട്ട് എനിക്ക് അത്രയും ആഗ്രഹമായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ വർക്കിന് നിൽക്കുന്ന സമയത്താണ് മേടിച്ചിട്ട്. വർക്കിന് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ അതിൻ്റെ കൂടെ 2-3 ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഈ ഫോം പിടിച്ചിട്ട് എന്തൊക്കെ കാട്ടിക്കൊണ്ടിരുന്നത്. ഈ ഫോം പിടിച്ചിട്ട് ഞാൻ ഓർഡർ ആക്കണം വേണ്ടേ, കുറച്ച് നേരം വിസ് ലിസ്റ്റ് ഇടും, വിസ് ലിസ്റ്റിൽ കൊണ്ടുപോയിടും. അതായത് കുറച്ച് നേരം കാർട്ടിൽ കൊണ്ടുപോയിടും, വീണ്ടും കാർട്ടിൽ കളയും, വീണ്ടും കാർട്ടിൽ കൊണ്ടുപോയിടും. അങ്ങനെ ഓർഡർ ആക്കണം എന്ന് ചിന്തിച്ചിട്ട് ഇന്ന് ഗോഡ് സെയിൽ തീരുന്ന അന്ന് രാത്രിയാണ് ഞാൻ ഓർഡർ ആക്കണം. അന്ന് വൈകുന്നേരത്താണ് ഞാൻ അത് ഓർഡർ ആക്കുന്നത്. അത്രക്കും ഞാൻ ടൈം എടുത്തിട്ടാണ് ഗോഡ് സെയിൽ തുടങ്ങി അപ്പം മുതൽ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സാധനം ഗോഡ് സെയിൽ തീരുന്ന സമയത്താണ് ഞാൻ മേടിക്കുന്നത്. അത്രയും ഞാൻ ആലോചിക്കും, കാരണം എനിക്ക് അത്രയും പിശുക്കാണ്, എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പോൾ ചാർജറൊക്കെ വീഴുന്നത് അങ്ങനെ തന്നെ അല്ലേ തുറക്കണ്ട്. ഇത് ചാർജിങ്ങിൻ്റെ കേബിളും, ഇത് എന്തിൻ്റെ കേബിളും എനിക്കറിയാൻ പാടില്ല. മേ ബി ലാപ്പിലോ കുത്താനായിട്ടായിരിക്കും, എനിക്കൊരു പിടുത്തല്ല. ഇതതിൻ്റെ താങ്ക് യു എന്നുള്ള കാർഡ്. അത്ര ഉള്ളൂ. അയ്യോ, ഒരുമാതിരി സ്വർണ്ണൊക്കെ മേടിച്ചിട്ട് മേത്തിക്കിടാൻ വെച്ച പോലെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ. പക്ഷേ അങ്ങനെയല്ല ഗൈസ്. പ്രീമിയം ക്വാളിറ്റി ഐറ്റം എനിക്കിഷ്ടമായി. ഇത് നിന്റെ ചെവിക്ക് പാകാവോ? അതാ ഞാൻ ആലോചിക്കട്ടെ. ചെറുതായിട്ട് പണി പാളിയെന്ന് തോന്നി. ഞാൻ നീട്ടട്ടെ കേട്ടോ. എങ്ങനെയൊക്കെയോ നീട്ടാൻ പറ്റും, പക്ഷെ ഇത് ഞാൻ പൊട്ടിക്കും. ഇത് അങ്ങനെ തന്നെ കണ്ടോ. ഇതിൻ്റെ തല പ്രത്യേക തരം ഷേപ്പിൽ ഇരിക്കണോണ്ടാണ് നിനക്ക് അറിയാൻ പാടില്ല. എനിക്കറിയില്ല, നോക്കട്ടെ. ഇതിൻ്റെ തല പ്രത്യേക തരം ഷേപ്പ് ഇരിക്കണോണ്ടാണോ അത് ഇങ്ങനെ നിൽക്കുന്നത്? അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണോ? ഒരു പിടുത്തല്ല. അത് കണ്ടോ, എനിക്കിഷ്ടമായിട്ടോ. ഞാനൊരു പാട്ട് വെച്ച് കേട്ടാക്കട്ടെ. എനിക്ക് ആകെ ഒരു ഫോണിലുള്ള, അതുകൊണ്ട് ഇപ്പോൾ പാട്ട് വെച്ച് കേൾപ്പിച്ചുതരാൻ എനിക്ക് വഴിയില്ല. ഇത് അടച്ചപ്പോൾ തന്നെ എനിക്കൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഞാൻ പാട്ട് വെച്ച് നോക്കി നോക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. എക്സൈറ്റഡ് അല്ല, അതിന് പുറമെ ഞാൻ എനിക്കിഷ്ടമുള്ള സാധനം മേടിച്ചതിൻ്റെ അത്രയും വലിയ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷം, എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം എനിക്ക് ഈ ഒരു സാധനം എനിക്ക് മേടിച്ചത്. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം മേടിക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ സാധനങ്ങൾ മേടിക്കാറില്ല. എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മേടിക്കാറേ ഇല്ല, ഒട്ടും ഞാൻ മേടിക്കാറില്ല. അപ്പോൾ എനിക്ക് ചില സമയത്തുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഞാൻ മേടിക്കാറ്. അങ്ങനെ മേടിച്ചൊരു സാധനമാണ്. അപ്പോൾ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ എന്തായാലും ഞാനിത് വെച്ചിട്ടൊന്ന് പാട്ട് കേട്ടോ എന്നിട്ട് വേണം എനിക്ക് ഒന്നും കൂടി സന്തോഷിക്കാൻ. ഗൈസ് ആക്ച്വലി ഇത് വെച്ചിട്ട് നല്ല രസമുണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വെച്ച് കേട്ടോ, എന്നിട്ടുള്ളത് കേൾക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നല്ല രസമായിട്ട് പറഞ്ഞ് പറയാനില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അയ്യോ എനിക്ക് പറഞ്ഞ് പറയാനില്ല. അപ്പം ഞാനിന്ന് കുറച്ച് നേരം പോയി കിടക്കണം. ഞാൻ പാട്ടൊക്കെ കേട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് നീറ്റ് വരാം ഗൈസ്. എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പം ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം. സോ ഗൈസ് നമ്മൾ നന്നായിട്ടൊന്ന് ഉറങ്ങി നീറ്റ് വന്നു. ഞാൻ ഹെഡ്സെറ്റ് കിട്ടിയ ഭയങ്കര അധികം സന്തോഷത്തിലാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ആക്ച്വലി. അപ്പോൾ എല്ലാവരും വരുന്നുള്ളൂ, എല്ലാവരും വന്നിട്ട് വേണം അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി കുറേ വിശേഷങ്ങളൊന്നുമില്ല. ഇനി കുറേ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.